കോതമംഗലത്തെ അൻസിലിന്റെ കൊലപാതകത്തിൽ വിഷം നൽകിയ കാര്യം യുവതി അൻസിലിന്റെ മാതാവിനെ വിളിച്ചു പറഞ്ഞെന്ന് അൻസിലിന്റെ ബന്ധുക്കൾ. യുവതിയുമായ അൻസലിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. പോലീസ് എത്തിയാണ് അൻസലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പുല്ലിന് തളിക്കുന്ന വിഷമാണ് പെൺസുഹൃത്ത് നൽകിയതെന്നാണ് സംശയിക്കുന്നത്. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. ഉള്ളിൽ വിഷം അകത്ത് പോയിട്ടുണ്ട്. ആംബുലൻസിൽ വെച്ച് പറഞ്ഞു വിഷം അവർക്ക് എല്ലാവരും കൂടി ഒഴിച്ചു കൊടുക്കുകയോ ചെയ്തതെന്നാണ് പറഞ്ഞത്. വയറിനകത്ത് പോയിട്ടുണ്ട്. പുള്ളി പറഞ്ഞത് 500 ml അകത്ത് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഡോക്ടർ പരിശോധിച്ച് കഴിയുമ്പോൾ 300 ml അകത്തുണ്ട്. പെണ്ണ് പുറത്തുനിന്ന് തന്നെയാണ് പറഞ്ഞേക്കണം. ഇവർക്ക് അത് സൗഹൃദം സാമ്പത്തികമായിട്ട് ചെറിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതിനു മുമ്പ് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പെൺകുട്ടീന് ഇതിനു മുമ്പായിട്ട് ആ വീട്ടിൽ പോയിട്ട് ചെറിയ മർദ്ദനമൊക്കെ ആ പെണ്ണായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ചെറിയ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് തീർത്തതൊക്കെ ആയിരുന്നത്. അപ്പോൾ ഈ ഉമ്മാനെ വിളിച്ചിട്ട് ഈ പെങ്കൊച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ നിന്നെ മോനെ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചെയ്യുന്ന വിഷ്ണു, സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ വിഷം നൽകി യുവാവിനെ കൊന്നു എന്ന സംശയം ബലപ്പെടുന്ന കേസാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുക്കം ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അന്വേഷണത്തിന്റെ പുരോഗതി അതെങ്ങനെയാണ്? പോസ്റ്റ്മോർട്ടം നടപടികൾ, അൻസിലിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. അവിടെ വെച്ചാണ് ബന്ധുക്കളുടെ ഒരു പ്രതികരണം വന്നത്. ഈ സംഭവം ഉണ്ടാകുന്നത് 29-ാം തീയതി രാത്രിയാണ്. അൻസിലിന്റെ വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക്, ഈ യുവതിയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അവിടെ വെച്ച് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അതിന് പിന്നാലെ വിഷം നൽകി എന്നുള്ളതാണ് നമുക്ക് ഇതുവരെയുള്ള ചിത്രം വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതിനുശേഷം ഒരു 4 മണിയോടുകൂടി അൻസിൽ അസ്വസ്ഥനാവുകയും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുകയും ചെയ്തു. അൻസിൽ തന്നെയാണ് ഫോൺ വിളിച്ച് ആദ്യം പോലീസിനെ വിവരം അറിയിക്കുന്നത്. അതിനു മുൻപ് ഈ പെൺകുട്ടി, ഈ യുവതി അൻസിലിന്റെ വീട്ടിലെ ഉമ്മയെ വിളിച്ചു പറഞ്ഞു, മകൻ ഇവിടെ വിഷം നൽകി കിടപ്പുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടാണ് അൻസിലെ പോലീസിനെ വിളിച്ചു നൽകുന്നത്. പിന്നീട് പോലീസ് ആ വീട്ടിലെത്തി അൻസിലുമായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. ഇതിനിടയിൽ വെച്ചാണ് അൻസില് സഹോദരനോട് പറഞ്ഞത് അവൾ എനിക്ക് വിഷം നൽകി എന്നുള്ള കാര്യം. ഏകദേശം 500 ml വിഷം നൽകിയിട്ടുണ്ട് എന്നാണ് അൻസിൽ പറഞ്ഞത്. ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ 300 ml വിഷം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. ഇരുവരും തമ്മിൽ സാമ്പത്തിക തർക്കങ്ങൾ മുൻപ് നേരത്തെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഉള്ള തർക്കങ്ങളാണോ ഈ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ശ്രമത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം പരിശോധിച്ചു വരികയാണ്. യുവതിയെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇപ്പോൾ കോതമംഗലം പോലീസ് സ്റ്റേഷനിലുള്ളത്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇവരെ കൺഫെഷൻ നടത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. വിഷക്കുപ്പി അടക്കം അവിടെ നിന്ന് കണ്ടെത്തിയതായും പോലീസിൽ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം. ഒരു വൈകിട്ടോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമികമായ വിവരം ലഭിക്കും. നിലവിൽ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്ന ശേഷം അത് മർഡറിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അൻസില വിവാഹിതനാണ്. അതിനുശേഷം ആണ് ഈ ബന്ധമുണ്ടായെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നാലും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് കടന്നിട്ടുണ്ട്. കോതമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടക്കുന്നത്. സുഹൈൽ, വിഷ്ണു, കൊലപാതകമാണോ എന്ന സ്ഥിരീകരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമേ പറയാനാകൂ. എന്നിരുന്നാലും ഇപ്പോൾ ഇതിലൊരു ആസൂത്രിത നീക്കമായി കരുതാനുള്ള സംശയങ്ങളുണ്ടോ? പ്രത്യേകിച്ച് അങ്ങനെ ഒരു സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം വിഷം നൽകിയ ശേഷം പെൺകുട്ടി തന്നെ വീട്ടിലേക്ക് വിളിച്ചു പറയുന്നുണ്ട് അൻസിലിന്റെ വീട്ടിൽ ഇത്തരത്തിൽ വിഷം നൽകിയെന്ന്. ആരാണ് അൻസിലിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്? പോലീസാണോ, ബന്ധുക്കൾ എത്തിയാണോ? ബന്ധുക്കളിൽ നിന്ന് ലഭ്യമായ വിവരമനുസരിച്ച് പോലീസാണ് ആ വീട്ടിലേക്ക് എത്തുന്നത്. അൻസൽ പോലീസിനെ വിളിച്ചു പറയുന്നു, വിഷം നൽകിയിട്ടുണ്ട്, താനിങ്ങനെ അസ്വസ്ഥനായി കിടക്കുകയാണെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുന്നു. പോലീസ് ആ വീട്ടിലെത്തി അൻസിലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിലൊരു ആസൂത്രിത ശ്രമമുണ്ടോ എന്ന് പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഈ വിഷം നൽകിയ യുവതിക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു. അയാൾ ജയിലിലായിരുന്നു. അയാൾ പുറത്തിറങ്ങി ആ ഘട്ടത്തിൽ അൻസലിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയതാണോ എന്നൊരു പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അതിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. അതിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. അൻസിലിനെ ഈ പെൺകുട്ടി, യുവതി വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ബന്ധുക്കളുടെ മൊഴി, അതോടൊപ്പം തന്നെ മുൻപ് ഇരുവരും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, തർക്കം, അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാവുന്ന ആളുകളുടെ ഒക്കെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2 തെളിവുകൾ, ഒന്ന് ഈ യുവതിയുടെ കൺഫെഷനാണ്, മറ്റൊന്ന് ഈ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള വിഷക്കുപ്പി അടക്കമുള്ള വസ്തുക്കളാണ്. ഇനി ശാസ്ത്രീയമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങൾ കൂടി ലഭ്യമാകും. അങ്ങനെ ഈ 3 തെളിവുകളുടെ അടിസ്ഥാനത്തിലേക്കായിരിക്കും മർഡർ എന്ന വകുപ്പ് ഈ കേസിൽ ചുമത്താനുള്ള സാധ്യത. അതിലേക്ക് കടക്കുന്നു എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. സുഹൈൽ, ശരി, വ്യക്തത വരാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. വിഷം നൽകി കൊന്നതാണെന്ന സംശയം ബലപ്പെടുകയാണ്. എന്തിനു കൊലപ്പെടുത്തി? സാമ്പത്തിക തർക്കം മാത്രമായിരുന്നോ ഇതിന്റെ പ്രേരണ എന്നടക്കമുള്ള കാര്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.